എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കുട്ടികളുടെ പ്രിയപ്പെട്ട ചിക്കൻ നഗറ്റ്സ്. സത്യം പറയുകയാണെങ്കിൽ നഗറ്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ നഗറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര വലിയ പണിയുള്ള കാര്യമാണ്. അങ്ങനെയൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ആ സമയം നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളതാണ്. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന ഹോട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ കോൾഡ് ചോക്ലേറ്റിന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ച് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ്, അതായത് ഫ്രോസൺ അല്ല എന്ന് ചുരുക്കാം. പക്ഷേ ഫ്രോസൺ ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് നന്നായി വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ചിക്കൻ്റെ സാധാരണ രീതിയിൽ ഞാൻ വളരെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അതിലേക്കാണ് കുറച്ചും കൂടി നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു പീസ് എടുക്കുക, അതിനുശേഷം ചെറുതായിട്ട് അങ്ങ് മുറിക്കുകയാണ് ഈ ഒരു അളവിൽ. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മുറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും. ചിക്കനും നോൺ വെജൊക്കെ മുറിക്കാനൊക്കെ വേറെ തനിയെ കട്ടിംഗ് ബോർഡ് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പച്ചക്കറി മുറിക്കുന്നതിലൊന്നും മുറിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നാറില്ല. അതുപോലെ തന്നെ കത്തിയും മാറ്റി വെക്കുക നോൺ വെജ് കട്ട് ചെയ്യാനൊക്കെ. സാധാരണ രീതിയിൽ ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഇത് ചിക്കനും അതുപോലെ തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ച് അതിന് ശേഷമാണ് നഗറ്റ്സ് ഉണ്ടാക്കുക. പക്ഷേ എന്തോ എനിക്കത് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോൺ വെജ് അധികം കഴിക്കാത്ത കാരണം കൈകൊണ്ട് എടുക്കുമ്പോഴൊക്കെ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഞാൻ ചെയ്ത് നോക്കി, അന്നത്തെ ദിവസം എൻ്റെ മുഴുവനും കുളമായി. അതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എല്ലില്ലാത്ത കഷ്ണമാണ് എടുക്കേണ്ടത്. ചിക്കൻ ബ്രസ്റ്റ് വേണമെന്നൊന്നുമില്ല, എല്ലില്ലാത്ത ഭാഗം എടുക്കുക, നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം മിക്സിയിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഉപ്പും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഞാൻ ഈ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുന്നത്. ഞാനിത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വാഷെഫിൻ്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ മുറിച്ച് വെക്കുന്നുണ്ട്. എല്ലാം 1/2 കിലോ മൊത്തത്തിൽ മുറിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. നമുക്ക് ഒരു പാത്രത്തിലോട്ട് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് ഒരു ഗ്ലാസ് മോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തൈര് നന്നായി അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടുള്ളതാണ്, കട്ട കളഞ്ഞിട്ടുള്ള തൈരാണ്. അതായത് മോരെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. അതിപ്പോൾ എരിവുള്ള മുളക് പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുളക് പൊടി വേണമെന്നോ നിർബന്ധമില്ല. പക്ഷെ നമ്മൾ കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈറ്റായിട്ട് മാത്രം ഒരു 1/2 ടീസ്പൂണോളം നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരമായിട്ട് പെപ്പർ പൗഡർ ചേർത്താലും മതിയാകും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഞാൻ. എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന, ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി ചിക്കൻ വാഷ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കണം. ഇത് ആ ചിക്കൻ്റെ പീസസ് ഇതിലോട്ട് ഇട്ടിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നത് കൊണ്ട് ഞാൻ 2 മണിക്കൂർ വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും വളരെ നന്നായിരിക്കും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്രയും കാലയളവിൽ നമുക്കിത് വെക്കാൻ പറ്റില്ല. കാരണം ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ നല്ലോണം ഡേറ്റ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ മാക്സിമം 2 ആഴ്ച വരെ യൂസ് ചെയ്താൽ മതി. നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മുടെ ബട്ടർ മിൽക്കിൽ നിന്ന്, അതായത് മോരിൽ നിന്ന് ചിക്കൻ്റെ പീസസൊക്കെ പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം അതിലോട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ പീസും എടുത്ത് നന്നായി അങ്ങ് പിഴിഞ്ഞ് വേറൊരു ബൗളിലോട്ട് ചിക്കൻ്റെ പീസസ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയൊക്കെ ഇട്ടിരിക്കണം. നമുക്ക് ചെറിയ ഇന്ത്യൻ വേർഷനിലോട്ട് മാറ്റിയതാണ് കേട്ടോ. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ അങ്ങനെ ചിലപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിലപ്പോൾ മുളക് പൊടി നില വിട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ രീതിയിലേക്ക് മാറ്റിയിട്ടാണ്. പിന്നെ ഗരം മസാല ഒന്നും ഞാനിതിൽ ഇടുന്നില്ല. ചിലവർ ഗരം മസാലയൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഞാൻ ഗരം മസാല ഇടുന്നില്ല. ഞാൻ എൻ്റെ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ റെസിപ്പീസിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് തൈരിൽ ചിക്കൻ ഇട്ട് വെക്കുന്ന കാര്യം. അത് നല്ലതായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ടെൻഡറൈസ് ചെയ്യാന്ന് പറയും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും നമ്മുടെ തൈരിൽ കുറേ നേരം ഈ ചിക്കൻ പീസസ് ഇട്ട് വെക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തൈരിൽ നിന്ന് ചിക്കൻ്റെ പീസസ് എല്ലാം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പീസസിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും, കാരണം നമ്മൾ അതിൽ നിന്ന് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഉപ്പിൻ്റെ അംശം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. ഒരല്പം ഉപ്പും അതുപോലെ തന്നെ ഹേർബ്സ്, അതായത് തൈം, ഓറിഗാനോ, ബേസിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും അതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗരം മസാല എന്താണ് താല്പര്യം അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു അല്പം കുരുമുളക് പൊടി ഇടാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മൈദയിലോട്ടും കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഓറിഗാനോ അല്ല മിക്സ്ഡ് സീസണിങ്സ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുക. ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഓറിഗാനോ ഇടുകയാണ്.
അതുപോലെ തന്നെ കുറച്ച് തൈം. മലയാളം ചോദിക്കരുത് കേട്ടോ ഇതിൻ്റെ ഒന്നും. അപ്പോൾ ഇത് ഇറ്റാലിയൻ സീസണിങ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് ഇട്ട് കൊടുക്കുക. ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരിക്കലും കൂടാൻ പാടില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 10 മിനിറ്റെങ്കിലും നമുക്ക് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിൽ വേറെ ഫ്ലോർ തയ്യാറാക്കണം. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുക. മൈദയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പിന്നെ ഇതിലോട്ട് നമുക്ക് വീണ്ടും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. അത് ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല, വൈറ്റ് ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഇതിലോട്ട് കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ തൈമും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല. പിന്നെ ഞാനിതിൽ ചീസൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ചിലർ ചീസൊക്കെ ചേർക്കാറുണ്ട്. ഈ വാഷഫ് ചീസൊക്കെ ചേർത്തിട്ട് ഞാനിതിലിപ്പോൾ ചീസ് ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ 2 ഹെർബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു അല്പം ഉപ്പാണ്. അല്പം മാത്രം നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കോട്ട് ചെയ്യാനുള്ള പൊടിയിലും സീസണിങ്സ് ചേർത്ത് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിനൊരു ഉപ്പും എരിവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു ബ്ലാൻഡ് ആയിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊടിയിലും സീസണിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. ഓക്കെ, അപ്പോൾ പൊടി ശരിയായിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ ഉപ്പൊന്നും ഇട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ്റെ പീസസ് ഈ മൈദയിൽ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ഈ മൈദ കോട്ട് ചെയ്യുക. അപ്പോൾ സെപ്പറേറ്റ് ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇട്ടതിന് ശേഷം കോട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മൈദയുടെ കോട്ടിങ് എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പീസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടയിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക. ആവശ്യമുള്ള സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഇത് റെഡിയാക്കി ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ പീസ് എടുക്കുക. ഈ മുട്ടയുടെ ഇതിലോട്ട് അങ്ങ് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ അങ്ങ് കവർ ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് ക്രംസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലേക്സ് ഇല്ലേ, കോൺഫ്ലേക്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ മുക്കിയാലും മതി. അപ്പോഴും നല്ല ക്രഞ്ചി ആയിരിക്കും. ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പീസും റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ബ്രെഡ് ക്രംസിന് പകരമായിട്ട് നമുക്ക് റസ്ക് പൊടി പറ്റുമെന്ന്. റസ്ക് പൊടിയും പറ്റുമൊക്കെ ചെയ്യും. പക്ഷേ അത് മധുരമില്ലാത്ത റസ്ക് ആയിരിക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ. കാരണം അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ മധുരമായിട്ട് മാറും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ഓരോന്നും ഈ മുട്ടയിൽ മുക്കുന്നത് കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ കൂട്ട് ഇതിൻ്റെ മേലോട്ടൊക്കെ മിക്സ് ചെയ്തു. അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ 2 പ്ലേറ്റിലായി മൊത്തത്തിൽ നമ്മുടെ 1/2 കിലോ ചിക്കൻ നഗറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഫ്രീസറിൽ വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ളത് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കുന്ന രീതി കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കട്ട്ലേറ്റ് ഒക്കെ വെക്കുന്ന രീതി. അതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രീസറിൽ നഗറ്റ്സും വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലിംഗ് റാപ്പ് എടുക്കുക. എന്നിട്ട് നമ്മുടെ പ്ലേറ്റിൽ കവർ ചെയ്യുക. അതിലോട്ട് നഗറ്റ്സ് ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലേറ്റിൽ തന്നെ നമുക്ക് 2-3 ലെയറായിട്ട് നഗറ്റ്സ് വെക്കാൻ പറ്റും. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ പ്ലേറ്റിൽ വേണമെന്നില്ല കേട്ടോ. നമുക്കൊരു കണ്ടെയ്നറിൽ ഇതുപോലെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചതിന് ശേഷം അതിലോട്ട് ഇതേപോലെ ഓരോ ലെയറായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് അതിൻ്റെ മേലെ കൂടെ അങ്ങ് റാപ്പ് ചെയ്യാം. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ലെയർ അങ്ങ് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ കൂടെ അങ്ങ് വീണ്ടും എടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലെയറിൻ്റെ മേലെ വീണ്ടും നമുക്ക് അടുത്ത നഗറ്റ്സ് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്ര എടുക്കാം. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും, ഒട്ടിപ്പിടിക്കില്ല. പ്ലേറ്റിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കണമെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എടുക്കാനൊക്കെ. അതുകൊണ്ട് ക്ലിംഗ് റാപ്പ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ പേപ്പറോ ഒക്കെ വെച്ച് നമുക്ക് ഇതേപോലെ സെയിം പ്രൊസീജിയർ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും ഈ റാപ്പാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ ഈവൻ ഷേപ്പിലൊന്നും അല്ല കേട്ടോ സംഭവം. കാരണം നമ്മൾ ചെറിയ പീസൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ ഷേപ്പൊക്കെ കുറച്ച് മാറ്റം വരും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും റാപ്പ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. കുറച്ച് മാത്രം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയെല്ലാം ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടി നമുക്കൊരു
പാൻ എടുക്കുക, ഒരു കടായിയോ കുറച്ച് കുഴിയുള്ള പാത്രമോ ചീനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ വശം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതേസമയം നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ ആവശ്യമുള്ള സമയത്തിന് മുൻപ് 1 മണിക്കൂർ മുൻപ് പുറത്തെടുത്ത് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓവനിൽ വെച്ചിട്ടൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തണുപ്പോട് കൂടി നമ്മൾ ഇടണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ മൊത്തം മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മുട്ടയുടെ വെള്ളം മാത്രം ബീറ്റ് ചെയ്താൽ മതി. മുട്ടയുടെ മഞ്ഞയും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചിലപ്പോൾ പത വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയതിന് ശേഷം വൈറ്റ് മാത്രം നന്നായി പതിപ്പിച്ചിട്ട് അതിലങ്ങ് മുക്കിയെടുത്താൽ മതി, നമ്മൾ കട്ട്ലേറ്റ് ചെയ്യുന്ന പോലെ കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. പിന്നെ ഒരുപാട് എണ്ണ ഒഴിക്കാൻ പാടില്ല, ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പത വന്നു കഴിഞ്ഞാൽ ആകെ പെട്ടെന്ന് ഓവർഫ്ലോ ആയി പോവും. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്. അതുകൊണ്ട് എപ്പോഴും എണ്ണ സൂക്ഷിച്ചൊഴിക്കുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിടും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണയിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഫ്രൈ ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ കനോല ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് മീഡിയം ചൂടാവട്ടെ. മീഡിയം ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പീസസ് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായിരിക്കുന്ന സമയത്ത് ഇത് ഇടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാത്ത ചിക്കൻ ആയതുകൊണ്ട് സമയം എടുക്കും, കുറച്ചൊരു 10 മിനിറ്റ് എടുക്കും. ഇത് തിരിച്ചു മറിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് തിക്നെസ് ആയി കഴിഞ്ഞാൽ ഇത് കുക്കാവാൻ സമയം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വളരെ നൈസായിട്ടുള്ള തിന്നായിട്ടുള്ള പീസായിട്ട് ഇത് മുറിച്ചിരിക്കുന്നത്. ചിക്കൻ്റെ ഒരു ഭാഗം മുങ്ങിക്കിടക്കാൻ പറ്റുന്നത്ര എണ്ണ മതി കേട്ടോ. നമുക്ക് ആദ്യത്തെ ബാച്ച് ഇതേപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെയും ഉള്ളിൽ നന്നായി കുക്കാവുന്ന വരെയും അങ്ങ് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തിരിച്ചിടാം. സമയമെടുത്ത് കുക്ക് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടുള്ള ഓയിലിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ ആയി കിട്ടും, പക്ഷേ ഉള്ളിലൊന്നും കുക്കാവില്ല. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കണം. നിങ്ങൾ ആദ്യം 250 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എമൗണ്ടിൽ ചെയ്ത് അങ്ങ് ഫ്രീസറിൽ വെക്കാമല്ലോ. ഓക്കെ, ഇനി ആ സൈഡും കുക്കാവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ അങ്ങ് മൊരിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ നല്ല വീർത്ത് വരും. അപ്പോൾ നമ്മൾ തിന്ന് പീസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇത് കറക്റ്റ് കുക്കായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല വലിയ സൈസ് അങ്ങ് ഇരട്ടിയാവും. അപ്പോൾ അതാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് അങ്ങ് എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു മറിച്ചിട്ട് 2 സൈഡിലും ഈവനായി കുക്കായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്നേക്കാൾ മുൻപായിട്ട് ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കുക. ഉള്ളിൽ കുക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കുക. ചില കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ട്, ഞാൻ പിന്നെ ചിക്കൻ പുറത്തുനിന്ന് കഴിക്കുന്ന പരിപാടി നിർത്തിയത് അതുകൊണ്ടാണ്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിൽ അങ്ങ് ഒട്ടും കുക്കായിട്ടുണ്ടാവില്ല. ഒരു എന്താ പറയുക, അതുകൊണ്ട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന ചിക്കൻ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പക്ഷേ അതും കളറില്ലാത്ത ചിക്കനാണെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ പിള്ളേരില്ല ഇവിടെ വീട്ടിൽ, അതുകൊണ്ട് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ ആരുമില്ല. അതാണൊരു പ്രശ്നം. എന്തായാലും സംഭവം ഞാൻ ഉണ്ടാക്കാറുള്ളതാണ്, ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പറഞ്ഞ പോലെ ചെറിയൊരു ബാച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പീസ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. മുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതുപോലെ കാണാൻ പറ്റും. ഇത് നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എടുക്കാൻ സമയമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലോട്ടോ ഇടാം. ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിന് ശേഷം കിച്ചൺ ടിഷ്യൂവിൽ ഇട്ട് അത് കംപ്ലീറ്റ് എണ്ണ കളഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം, കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എൻ്റെ പിള്ളേർക്ക് നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ടിഫിൻ ബോക്സിലായിട്ട് കൊടുത്തു വിടാറില്ല. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമുക്ക് കച്ചപ്പിൻ്റെ കൂടെ, അതുപോലെ തന്നെ മയണൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ കോൾസ്ലോൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണ ജസ്റ്റ് ഒന്ന് അരിച്ചോളൂ. അരിച്ചെടുത്തതിന് ശേഷം ഈ എണ്ണ റീയൂസ് ചെയ്യാം. പക്ഷേ ഞാൻ 2 പ്രാവശ്യം, മാക്സിമം 2 പ്രാവശ്യം ഒരു എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാറുള്ളൂ. ഒരുപാട് തവണ ഞാൻ ഫ്രൈ ചെയ്യാറില്ല, എണ്ണ എടുത്ത് വെക്കാറുമില്ല. അപ്പോൾ ഇത് ഇനി ഒരു ബാച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായി അരിച്ചിട്ട് ഈ താഴെയുള്ള ബ്രെഡ് ക്രംസിൻ്റെ ഭാഗങ്ങളില്ല, അതെല്ലാം കളഞ്ഞതിന് ശേഷം വേണം അടുത്ത ബാച്ച് ഫ്രൈ ചെയ്യാൻ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ നമ്മുടെ ആ ചിക്കൻ നഗറ്റ്സിലും ആ കരിഞ്ഞ ബ്രെഡ് ക്രംസ് ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ കാണാൻ നന്നായിട്ടുണ്ടാവില്ല, പെട്ടെന്ന് പുക വരാനൊക്കെ തുടങ്ങും. ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ നഗറ്റ്സ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിവിടെ മയോണൈസും അതുപോലെ തന്നെ കോൾസ്ലോവും പിന്നെ ടൊമാറ്റോ കെച്ചപ്പാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഈ 3 വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതായത് ഹോം മെയ്ഡ് മയോണൈസ് 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് വിത്തൗട്ട് എഗ്ഗും വിത്ത് എഗ്ഗും, അതുപോലെ തന്നെ കോൾസ്ലോവിൻ്റെ വീഡിയോയും പിന്നെ വീട്ടിൽ എങ്ങനെയാണ് കെച്ചപ്പ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അതുപോലെ തന്നെ കാർഡ്സ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇപ്പോൾ എനിക്കിപ്പോൾ കഴിച്ച് നോക്കാനും നിർവാഹമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടുണ്ടായിരുന്ന വീഡിയോസ് പ്ലീസ് കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. എന്തൊക്കെയാണ് എല്ലാവരും കഴിക്കുന്നത്? ഇവിടെ ഹോട്ട് ചോക്ലേറ്റ്,
എന്റെ മോൻ മാഷ്മലോ വാങ്ങിച്ചിട്ടുണ്ട്. അതില് ടോസ്റ്റ് ചെയ്യണ്ടേ? മറ്റേ സംഭവം വേണ്ടേ? വീട്ടിൽ പോയി ചെയ്യണ്ടേ? അമ്മ വീട്ടിൽ പോയിട്ട് ഹോട്ട് ചോക്ലേറ്റ് നാളെ ഉണ്ടാക്കി തരും. അത് കോൾഡ് ചോക്ലേറ്റ് ഉണ്ടാക്കണം. എങ്ങനെയുണ്ട്? വലിയ ഗുണമൊന്നുമില്ല. ചേട്ടൻ്റെ കഴിക്കുന്നത് തുറന്ന് കഴിക്കണ്ടേ? ചൂടല്ലേ സംഭവം? ഇങ്ങനെ കഴിക്കുമ്പോൾ നാവ് കൊള്ളൂ. തുറന്നാ ഓപ്പൺ ചെയ്തേ.